إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഏറെ മഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ദുനിയാവിൽ നിന്ന് പടച്ച റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഏറെ സ്നേഹിച്ച് ജീവിക്കുന്നവരായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രഗത്ഭനായ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയച്ച ചരിത്രം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരാളെ ദീൻ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി, മതം പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരക്കാരനായി, അല്ലെങ്കിൽ അവിടെ നിയോഗിക്കപ്പെടേണ്ട ഒരാളായി, എൻ്റെ ഒരാളായിട്ടാണ് മുആദേ നീ യമനിലേക്ക് പോകുന്നത്. അപ്പോൾ താങ്കൾ അവിടെ എത്തുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ താങ്കളെ ആദരിക്കും, ബഹുമാനിക്കും. താങ്കൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അവർ ചെയ്തു തരാൻ തുടങ്ങും. ആ സമയത്ത് ഇയ്യാക വതനഉം, അവർ ചെയ്തു തരുന്ന സുഖ സൗകര്യങ്ങളിൽ താങ്കൾ ഒരിക്കലും മതിമറന്നു പോകരുതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ ആ വാചകം അവസാനിപ്പിക്കുന്നത് ഫഇന്ന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇമീൻ, ഒരിക്കലും അങ്ങനെ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ, സുഭിക്ഷതകളിൽ മതിമറന്നു പോകുന്നവരല്ല, പെട്ടുപോകുന്നവരല്ല അള്ളാഹുവിന്റെ അടിമകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുഭിക്ഷത എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്ന രൂപത്തിലല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. മറിച്ച് സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മറക്കുന്ന ഒരു രൂപം വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട വിഷയമാണ്. ഏതെങ്കിലും ഒരു സുഖ സൗകര്യം, ഏതെങ്കിലും ഒരു സുഭിക്ഷത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ
അന്നൊക്കെ നമ്മൾ ദീനിനെ, ഇസ്ലാമിനെ, അള്ളാഹുവിനെ മറന്നൊരു പാരമ്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കേണ്ടത് വളരെ അനിവാര്യമായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇറക്കുന്ന ഏത് പരീക്ഷണവും, നന്മയാകട്ടെ തിന്മയാകട്ടെ, പണം തന്നും പണം തരാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഉള്ളവനാക്കിയും ഇല്ലാത്തവനാക്കിയും അല്ലാഹു പരീക്ഷിക്കും. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. കുല്ലും ഫീ കിതാബിൻ മുബീൻ. എല്ലാം അല്ലാഹുവിന്റെ കിതാബിലുള്ളതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര സമ്പാദിക്കും, അവൻ എത്ര കൊണ്ടു നടക്കും, അവൻ എത്ര പറമ്പുണ്ടാകും, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം എത്രത്തോളം വ്യാപിക്കും, എത്ര കിലോമീറ്റർ വരെ വ്യാപിക്കുമെന്നത് എല്ലാം അല്ലാഹുവിന്റെ കിതാബിലുള്ളതാണ്. കുല്ലും ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഇറക്കുന്നതെല്ലാം പരീക്ഷണമാണ്. ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹു, അല്ലാഹു അവരെ പരീക്ഷിക്കും. നന്നായി കൊടുക്കും, തീരെ കൊടുക്കാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിള, അതിൽ തൃപ്തിപ്പെട്ടവന് അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ഫമൻ സഖിത, അതിൽ ആരെങ്കിലും കോപിഷ്ഠനായാൽ ഫലഹു അസ്ഖ്, അല്ലാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടാകുമെന്ന് വളരെ കൃത്യമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ നമുക്ക് സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മറക്കുന്ന ഒരു രൂപം, ദീനിനെ വലിച്ചെറിയുന്ന ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുവാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ധനം കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബറക്കത്ത് കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്ത് കൊണ്ട് ഞാനൊരു കല്യാണം സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു നിക്കാഹ് പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഫംഗ്ഷൻ ഞാൻ അവിടെ ഉണ്ടാക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനമായി പഠിപ്പിച്ച നമസ്കാരം എന്ന ആരാധനാകർമ്മം നമുക്കവിടെ വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാ പറയപ്പെട്ട നിഅമത്തുകളിൽ നമ്മൾ കാണിച്ചിട്ടുള്ള തോന്നിവാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിച്ചിട്ടുള്ള നന്ദികേടാണ്. പാവപ്പെട്ടവനായ സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചതാണ്, ഇന്ന് അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ടായാൽ ഞാൻ പാവപ്പെട്ട ആളുകളെ സഹായിക്കും, ഒരുപാട് ആളുകളെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അതിനെന്താണ് വേണ്ടത്? അതിനെന്നെ ഒന്ന് സിനയുള്ള ആളാക്കണം, മാലുള്ള ആളാക്കണം, എന്നെ ചെറുതായിട്ടൊന്ന് റിച്ചാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ച് നമുക്കൊരു ജോലി ശരിയാക്കി തരും, അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈറായ എന്തെങ്കിലും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ഒരു കടയിട്ടോ, ചെറുതായ ഒരു കട, ഒരു ചെറിയ ഷോപ്പ് ഇട്ടോ, വലിയ രൂപത്തിലൊന്നല്ല, ചെറിയൊരു ഷോപ്പ് ഇട്ടോ, ആ കട അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് വലിയ രൂപത്തിലേക്ക് എത്തി. നമ്മൾ മുമ്പ് പറഞ്ഞൊരു സംഗതിയുണ്ട്, കുറച്ച് പണം കിട്ടിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ. നമ്മുടെ മനസ്സിലുള്ളതാണ്, കുറച്ച് സമ്പാദിച്ചിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒന്നാക്കാൻ എന്ന് വിചാരിച്ചിരുന്നു മനുഷ്യന്റെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിട്ട് കൊടുത്താൽ അല്ലാഹു പറയുകയാണ്, മുനാഫിഖീങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. മുനാഫിഖീങ്ങളായ ആളുകൾ ഒരു ഷർത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്, ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി, പടച്ച റബ്ബേ, അല്ലാഹുവേ, നീ എങ്ങാനും ഞങ്ങൾക്ക് ധനം നൽകിയാൽ, നിന്റെ ഫദ്ല് നൽകിയാൽ, സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും എങ്ങനെ ധനം ചെലവഴിച്ചു അതുപോലെ ഞങ്ങൾ ധനം ചെലവഴിച്ചോളാമെന്ന് അവർ പറയുമെന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ പല പ്രഗത്ഭരായ സ്വഹാബിമാരും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പണക്കാരനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അടക്കമുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആ കച്ചവടക്കാരനെ കണ്ടിട്ടാണ്. വല്ലാത്തൊരു കച്ചവടക്കാരനല്ലേ ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ. അതുപോലെ ആളുകൾ പറയുമെന്നാണ്, സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും എങ്ങനെ ധനമുണ്ടാക്കി ചെലവഴിച്ചു അതുപോലെ ഞാൻ ചെലവഴിച്ചോളാമെന്ന് അവർ പറയുമെന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധനം നൽകിയാലോ, ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, ഇനി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം നൽകിയാൽ ബഖീലൂ ബിഹി വതവല്ലൂ വഹും മുഅ്രിദൂൻ,
അവർ അതിൽ പിശുക്ക് കാണിക്കുകയും അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ പോലും ഉണ്ടാകില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം യൗമ ഇലാ യൗമ യൽഖൗനഹു. അതിന്റെ അനന്തര ഫലമായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഹൃദയങ്ങളിൽ കാപട്യമുള്ളവരായി കപടന്മാരായിക്കൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർഖിൽ അസ്ഫലി മിനൻ നാർ. തീർച്ചയായും മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാ താബികളിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവുണ്ടായി. ആ സമയത്തുള്ള ഡോക്ടർമാരെല്ലാവരും ഇതിന് മറ്റു ചികിത്സകളൊന്നും നിലവിലില്ല, കാല് മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഡോക്ടർമാരെല്ലാം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് വല്ലാത്ത സങ്കടവും വിഷമവുമായി. അല്ലെ, നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മുടെ ഒരു അവയവം ഒരു രോഗത്തിന്റെ പേരിൽ മുറിച്ചു മാറ്റേണ്ടി വന്നാൽ വല്ലാത്ത സങ്കടവും വിഷമവും പ്രയാസവുമായിരിക്കും നമ്മുടെ മനസ്സിൽ. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക, ഒരു രോഗത്തിന്റെ പേരിൽ നമ്മുടെ ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വന്നാൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ സഹതാപത്തിന്റെ തരംഗം തീർത്ത് നമ്മുടെ ചുറ്റിൽ നിൽക്കുമ്പോൾ വല്ലാത്ത വിഷമവും സങ്കടവുമായിരിക്കും നമ്മുടെ മനസ്സിൽ. എന്നാൽ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോധം പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് കാന ലീ അത്റാഫുൻ അർബഅ ഫഅഖദ്തു വാഹിദ. അല്ലാഹുവേ, രണ്ട് കാലുകളും രണ്ട് കൈകളും അടങ്ങുന്ന 4 അവയവങ്ങൾ തന്നതിൽ ഒന്നാണ് നീ കൊണ്ടുപോയത്. അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്തുതിയുമെന്ന് ആ സമയത്ത് ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് പ്രാർത്ഥിക്കുകയാണ്. ബോധം വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, ഉർവ, താങ്കളുടെ ഒരു മകൻ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നെങ്കിലും വിചാരിക്കും. എന്നാൽ സ്വഹാബാക്കളാണ്, അവർക്കറിയാം എന്തു വന്നാലും കുലുങ്ങാത്ത പ്രകൃതമുള്ള ഈമാനുള്ളവരാണ് അവർ. അതുകൊണ്ട് അവർ പറഞ്ഞു. ആ സമയത്ത് ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് പറയുകയാണ്, അൽഹംദുലില്ലാഹ് കാനൂ സബഅ ഫഅഖദ്തു മിൻഹും വാഹിദ വഅബ്ഖൈത സിത്ത. അല്ലാഹുവേ, 7 മക്കളെ തന്ന നീ 6 ബാക്കിയാക്കിയല്ലോ, ഒന്നിനെയല്ലേ കൊണ്ടുപോയുള്ളൂ. അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്തുതിയുമെന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതായിരുന്നു അവരുടെ ഈമാൻ. നമ്മൾ പലപ്പോഴും ഗൾഫിലൊക്കെ നിന്ന ആളുകൾക്കറിയാം, അവിടെയുള്ള ആളുകൾ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അൽഹംദുലില്ലാഹ് എന്ന് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു സഹോദരൻ നമ്മൾ വിളിച്ചു പറയാണ്, നിന്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, നിന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തായിരിക്കും വിചാരിക്കുക? ഇവന് പ്രാന്തായോ എന്ന് അവർ ചോദിക്കൂലേ? അവർ ചോദിക്കും. കാരണം അത് അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട സന്ദർഭമല്ല എന്നുള്ളതാണ്. അള്ളാഹു തന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളെയും മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ ഏറ്റവും സ്നേഹമുള്ള ഉപ്പയും ഉമ്മയും ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോയെന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റാത്തൊരു സന്ദർഭമല്ല അത്. ആ രൂപത്തിലേക്ക് എല്ലാ അമലുകളെയും, എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു നിഅമത്തോ ബർക്കത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ അത് അല്ലാഹുവിനെ മറക്കാനുള്ള ഒരു ഉപാധിയല്ലെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ അതൊരിക്കലും അള്ളാഹുവിനെ മറക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീറിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർ ദാലിക മതഉൽ ഹയാത്തി ദുനിയ. നിങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കുന്ന സ്വർണവും കാലികളും കച്ചവടവും ഭാര്യയും മക്കളും എല്ലാം ദാലിക മതഉൽ ഹയാത്തി ദുനിയ, അതെല്ലാം ഈ ദുനിയാവിന്റെ വിഭവങ്ങളാണ്. അതിലങ്ങോട്ട് അഭിരമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ശാശ്വതമായി നിലനിൽക്കുന്ന, ഒരിക്കലും അവസാനിക്കാത്ത വല്ലാത്തൊരു പരലോകമുണ്ട്. ആ പരലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ആ പരലോകം നമുക്കില്ലാതായി പോകുമെന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അതിലൊരിക്കലും അഭിരമിച്ച് തീരേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജ. നബിയെ,
ഞാൻ പല ആളുകൾക്കും പലതും കൊടുത്തിട്ടുണ്ട്. വലിയ സമ്പത്തുള്ള ആളുകൾ പ്രവാചകരെ താങ്കളുടെ ചുറ്റുമുണ്ടാകും. വലാ തമുദ്ദന്ന ഐനൈക, നബിയെ താങ്കൾ അവരിലേക്ക് നോക്കരുത്. നബിക്ക് ജീവിക്കാനുള്ളതെല്ലാം, ജീവിക്കാനുള്ളതും അനുഭവിക്കാനുള്ളതും സുഖിക്കാനുള്ളതും എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. അതിന് ശുക്ർ കാണിച്ചാൽ മതി. വലാ തമുദ്ദന്ന ഐനൈക, നബിയെ താങ്കൾ അവരിലേക്ക് നോക്കരുത്. സഹറത്തുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ഒരു വല്ലാത്ത പളപളപ്പുണ്ട്, ദുനിയാവിന്റെ വല്ലാത്തൊരു ഭംഗിയുണ്ട്, രസമുണ്ട്. അത് കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. പ്രവാചകരെ താങ്കൾ അവരിലേക്ക് നോക്കരുത്. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖ, അല്ലാഹുവിന്റെ അടുക്കലാണ് ശാശ്വതമായി നിലനിൽക്കുന്ന പരലോകമുള്ളത്, എന്നെന്നും ഖൈറായി നിൽക്കുന്ന കാര്യങ്ങളുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ്. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഒന്ന് നെറ്ററ്റു വീഴുന്ന ഇലകളെ പോലെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന ജീവിതമാണ് നമ്മുടേത്. ഏത് സന്ദർഭത്തിലും ഏത് സ്ഥലത്ത് വെച്ചും സംഭവിക്കാവുന്നതാണ് നമ്മുടെ മരണം. നമ്മളാകുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഈ വീണു പോകേണ്ടത്. ഒരിക്കലും നമ്മുടെ മരണം എവിടെ വെച്ച് സംഭവിക്കുമെന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ എന്താണ് നാളെ പ്രവർത്തിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അത് പറഞ്ഞ ശേഷം തൊട്ടടുത്ത വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ച് ഏത് സ്ഥലത്ത് വെച്ച് മരണപ്പെടുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ആ മരണത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മരണത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരാനുണ്ടെങ്കിൽ, അതവർ മുൻകൂട്ടി അറിയിച്ചതാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സ്വീകരണങ്ങളും നമ്മൾ ഒരുക്കും. ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, അവർ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ സൽക്കരിക്കും. എന്നാൽ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഒരു അതിഥിയായി, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആ മരണത്തിനു വേണ്ടി നമ്മൾ എന്താണ് കരുതി വച്ചിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹമായി പഠിപ്പിച്ച അർബഉൻ മിനസ് സആദ, വീടും വാഹനവും ഭാര്യയും അയൽവാസികളും ഒക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുഗ്രഹമായി പഠിപ്പിച്ചതാണ്. ആ അനുഗ്രഹങ്ങളും പടച്ച റബ്ബിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറഞ്ഞ് നമ്മളെയും കൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി, അവനെ പേടിക്കുന്നവരായി, ഭയപ്പെടുന്നവരായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഗ്രഹമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. ഇൻ അസ്വാബത്ഹു സറ, അവന്റെ ജീവിതത്തിൽ വല്ല സന്തോഷവും വന്നാൽ ശകറ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. എന്നാൽ ഇനി അവന്റെ ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വബറ, അവൻ ക്ഷമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫകാന ഖൈറൻ ലഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്.
അതിലെല്ലാം ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മറ്റൊരു വലിയ അനുഗ്രഹവും കൂടി നൽകിയിട്ടുണ്ട്. മറ്റു പ്രഗത്ഭരായ പല ആളുകൾക്കും നൽകാത്ത, നമ്മളിൽ നിന്ന് വ്യത്യസ്തരായി പ്രസിദ്ധരായി പ്രഗത്ഭരായി പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന, അല്ലെങ്കിൽ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബിന് ലഭിക്കാത്ത ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിയവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഉപ്പ ആസറിന് ലഭിക്കാത്ത ഹിദായത്ത് ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ലഭിക്കാത്ത ഹിദായത്ത് ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ കൊയിലാണ്ടി പ്രദേശത്ത് ജീവിക്കുന്ന വെറും സാധാരണക്കാരാണെന്ന് തോന്നുന്ന നമ്മൾ വെറും സാധാരണക്കാരല്ലെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് വളരെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താണ് നമ്മൾ ആ പടച്ച റബ്ബിനെ മാറ്റിവെച്ചിട്ടുള്ളത്, എന്താണ് ആ പടച്ച റബ്ബിന് നമ്മൾ ഓരോരുത്തരും തിരിച്ചു നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ വല്ലാത്തൊരു വർത്തമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന് നന്ദി കാണിക്കാത്ത ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മനുഷ്യരിലെ ഭൂരിഭാഗം ആളുകളും നന്ദി കെട്ടവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ജീവിതത്തിന്റെ പല തിരക്കുകളിലും നമ്മൾ മുഴുകുമ്പോൾ, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ ജോലിക്ക് വേണ്ടി പല തിരക്കുകളിലേക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാറുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. സൂറത്തുൽ ആദിയാത്തിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരും പഠിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽ ആദിയാത്തി ളബ്ഹാ ഫൽമൂരിയാത്തി ഖദ്ഹാ ഫൽമുഗീറാത്തി സുബ്ഹാ ഫഅഥർന ബിഹി നഖഅ ഫബസത്ന ബിഹി ജമഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുതിരയെ കുറിച്ചാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് അതിരാവിലെ തന്നെ കുതിച്ചു നീങ്ങുന്ന ഒരു കുതിരയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ യുദ്ധത്തിലേക്ക് കുതിച്ചു പായുമ്പോൾ അതിന്റെ കാലുകൾ കല്ലുകളിൽ ഉരസുമ്പോൾ തീ പാറുന്നുണ്ടെന്ന് ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുകപടലം പടർത്തുന്നുണ്ടെന്ന് ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുതിര യുദ്ധത്തിലേക്ക്, ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് ഇടിച്ചു കയറുന്നത് അതാ കുതിര തന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയമായും മനുഷ്യർ അല്ലാഹുവിനോട് നന്ദി കെട്ട ആളുകൾ തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ കുതിര തനിക്ക് വേണ്ട വെള്ളവും തനിക്ക് വേണ്ട പുല്ലുമെല്ലാം തന്ന് പരിചരിച്ച് അതിനെ വളർത്തി അതിന്റെ യജമാനനോട് കാണിച്ച നന്ദിയായിരുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ കുതിര അതിന്റെ യജമാനനോട് കാണിച്ച നന്ദി പോലും മനുഷ്യർ അല്ലാഹുവിനോട് കാണിക്കാറില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്ന, നമുക്ക് കുടിക്കുവാൻ വെള്ളവും ശ്വസിക്കുവാൻ വായുവും കാണുവാൻ കാഴ്ചയും എല്ലാം തന്ന് സഹായിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കാത്ത, നന്ദി കെട്ടവരായിട്ടാണ് മനുഷ്യരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ നന്ദി കെട്ട മനുഷ്യരുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉൾപ്പെടുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രി ഒരുപാട് സമയം നിന്ന് നമസ്കരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് വരുന്ന സന്ദർഭത്തിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയതമനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട പ്രവാചകരെ, എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട അങ്ങ് എന്തിനാണ് ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തുവെക്കേണ്ട വാചകങ്ങളാണ്. അഫലാ അകൂന അബ്ദൻ ശകൂറ, അള്ളാഹുവിന് നന്ദിയുള്ളവനായി ഞാൻ മാറണ്ടേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇത്രയും നമ്മൾ എത്തിയത്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം ഒന്നുകൂടി മാറും. നമ്മൾ ചിലപ്പോൾ വലിയ പണക്കാരനാകും, ചിലപ്പോൾ ഒന്നുമില്ലാത്തവനാകും, അതെല്ലാം സംഭവിക്കാം. എന്നാൽ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഇതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഞാൻ കൊടുത്തേ മതിയാകോ, ഞാൻ ക്ഷമിച്ചേ മതിയാകോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ജുമുഅക്ക് വരുന്ന ഒരു സഹോദരന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. 3 ദിവസം മുമ്പ് കൊയിലാണ്ടി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരുടെ കുടുംബത്തിനും ക്ഷമയും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഖത്തീബ് രോഗശയ്യയിൽ കിടപ്പിലാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമിച്ചുകൊണ്ട് പുണ്യമായി അതിനെ കരസ്ഥമാക്കുവാൻ അദ്ദേഹത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ارحمهما كما ربيانا صغيرا. ربنا ارحمهما كما ربيانا صغيرا. ربنا ارحمهما كما ربيانا صغيرا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.